അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. വേദിയിലുള്ള ആദരണീയരായ സംഘടനാ നേതാക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, ഈ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന, ഏത് രൂപത്തിലുള്ള സമീപനമാണ് ഒരു വിശ്വാസിക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാകേണ്ടതെന്നുള്ള വളരെ വിശദമായ ഒരവതരണമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. 2 പ്രഭാഷണങ്ങൾ കൂടി ഇനിയും ഇവിടെ നടക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അടുത്ത് അറിവുള്ള, കേട്ടുപരിചയമുള്ള, ചരിത്രത്തിലെ അപൂർവരിൽ ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കുമുള്ള മാതൃക നൽകുന്ന മഹാനായ പ്രവാചകനാണ് എന്ന രീതിയിലാണ് ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതം പൂർണ്ണമാകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നതിലൂടെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആനിൽ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ ഈ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത് ഖന്തക് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു തരുന്നൊരു പ്രവാചകൻ മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടതെന്നോ, നിങ്ങൾ എങ്ങനെയാണ് റുക്കൂകൾ ചെയ്യേണ്ടതെന്നോ, ആരാധനകൾ നിർവഹിക്കേണ്ടതെന്നോ കേവലമായി വിശദീകരിക്കുക മാത്രമല്ല പ്രവാചകൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും ആവശ്യമായ കൃത്യമായ മാർഗദർശനം നൽകാനാണ്. സന്തോഷത്തിൻ്റെ വേളകളിലും സന്താപത്തിൻ്റെ ഘട്ടങ്ങളിലും അനുകൂലമായ അവസ്ഥകളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ഒരു മനുഷ്യൻ എന്തെല്ലാം നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനാണ്. ഇരുട്ടിലാണെങ്കിലും വെളിച്ചത്തിലാണെങ്കിലും എങ്ങനെ മുന്നോട്ട് നടക്കണമെന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന പ്രവാചകനാണ്.
നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാവുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പ്രവാചകനെ പരിപൂർണമായി പിൻപറ്റുക എന്നതുകൂടിയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് മുഹമ്മദ് നബിയോട് യോജിപ്പില്ല എന്ന് പറയേണ്ടി വരരുത്. എനിക്കെൻ്റെ ഉപ്പയുടെ വീക്ഷണങ്ങളോട് എനിക്ക് യോജിപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കെൻ്റെ ഉമ്മയുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ അറിവുള്ള മഹാപണ്ഡിതനായ സ്വന്തം ഗുരുനാഥന്റെ കാഴ്ചപ്പാടുകളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു സന്ദർഭത്തിലും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതോ പറഞ്ഞതോ കാണിച്ചു തന്നതോ ആയ കാര്യങ്ങളിലൊന്നും വിയോജിപ്പുണ്ടായിക്കൂടാ എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്ത് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തത്. ഒരു മുസ്ലിം ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും പറയുന്നിടത്തും, ഒരു മുസ്ലിം കഴിക്കുന്നിടത്തും കുടിക്കുന്നിടത്തും, ജീവിതത്തിൻ്റെ അടക്കങ്ങളിലും അനക്കങ്ങളിലും മുഴുവൻ അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ. അല്ലാഹുവിൻ്റെ റസൂൽ ജീവിതകാലത്ത് വിമർശിക്കപ്പെട്ടതിനേക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് ചോദ്യം ചെയ്യപ്പെട്ടതിനേക്കാളേറെ അള്ളാഹുവിൻ്റെ പ്രവാചകന് ജീവിതകാലത്ത് നേരിടേണ്ടി വന്ന ശത്രുതകളെക്കാളേറെ, ശാസ്ത്രവങ്ങളെക്കാളേറെ ചരിത്രത്തിൽ പിൽക്കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിയപ്പെട്ടു. നിരന്തരമായി അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ലോകം. എന്തുകൊണ്ടാണ്? വളരെ ആത്മാർത്ഥമായി നമ്മൾ ചരിത്രത്തോട് ചോദിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായി, വളരെ നിഷ്കളങ്കമായി ലോകത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയ മുഴുവൻ മനുഷ്യരോടും നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ലോകത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശിക്കപ്പെടുന്നത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയുന്നവൻ്റെ മനസ്സിനകത്തുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകനെ എതിർക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ എന്താണ്? ബുഇസ്തു ലിഉതമ്മിമൽ അഖ്ലാഖ്. ലോകത്ത് മുഹമ്മദ് നബിയേക്കാൾ നന്നായി ജീവിക്കാൻ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയതിനേക്കാൾ നന്നായി പെരുമാറാൻ, പ്രവർത്തിക്കാനോ പ്രതികരിക്കാനോ ലോകത്താർക്കും കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമായതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ രീതിയിൽ, ഒരു മനുഷ്യനെ കൊണ്ട് പ്രാപ്യമായതിൽ വെച്ച് ഏറ്റവും കൃത്യമായ രൂപത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ തൻ്റെ വ്യക്തി ജീവിതത്തെ അതീവ ആകർഷണീയമായി അടയാളപ്പെടുത്തി കടന്നുപോയ മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെയുള്ള കല്ലേറുകളെയും അള്ളാഹുവിൻ്റെ റസൂലിന് നേരെയുള്ള വിമർശനങ്ങളെയും കാലാകാലങ്ങളിൽ ചരിത്രത്തിലുണ്ടായത് പരിശോധിക്കുന്നതിന് വേണ്ടി നാം കടന്നു ചെല്ലുമ്പോൾ പാശ്ചാത്യ ലോകത്താണ് നമ്മൾ അതിൻ്റെ മുഴുവൻ ഉറവിടങ്ങളെ കാണുക. ക്രൈസ്തവ ലോകത്താണ് നമ്മൾ അതിൻ്റെ മുഴുവൻ വേരുകളെ കാണുക. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന്, ക്രൈസ്തവ ലോകത്ത് നിന്ന്, മിഷണറി പ്രവർത്തകന്മാരിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കപ്പെട്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ട് അധികം കഴിയുന്നതിന് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാളിനാൽ മതം പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്ത് എഴുത്തുകളും രേഖകളും പ്രത്യക്ഷപ്പെട്ടു. ബൈസന്റിയൻ ഗ്രീക്ക് രേഖയായി ലോകത്തറിയപ്പെടുന്ന ഡോക്ട്രിന യാക്കോബി എന്ന് പറയുന്ന ഒരു രേഖ, ഏറ്റവും പുരാതനമായ ഇസ്ലാമിക പ്രമാണങ്ങൾ കഴിഞ്ഞാൽ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശങ്ങളുള്ള ഏറ്റവും പുരാതനമായ രേഖ എന്നറിയപ്പെടുന്നത് ഈ ഡോക്ട്രിന യാക്കോബി എന്ന് പറയുന്ന രേഖയാണ്. ഡോക്ട്രിന യാക്കോബി എന്ന് പറയുന്ന രേഖ ക്രിസ്താബ്ദം 636 ലോകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്താൻ വേണ്ടി എഴുതപ്പെട്ടതല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ, യുദ്ധം ചെയ്യുന്ന ഒരാൾ ദൈവദൂതനാവില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, രക്തം ചിന്തിയ ഒരാൾ ലോകത്ത് പ്രവാചകനായി വാഴ്ത്തപ്പെട്ടുകൂടാ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ, ലോകത്ത് വാളുമായി കടന്നു വന്ന ഒരാൾ പ്രവാചകനായി ഒരിക്കലും അംഗീകരിക്കപ്പെട്ടുകൂടാ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി എഴുതിയതാണ് ക്രിസ്താബ്ദം 636 പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു രേഖ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് മുതൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള നിരന്തരമായ എഴുത്തുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്നും നമ്മൾ കേൾക്കുന്ന പ്രവാചക വിമർശനങ്ങളുണ്ട്. ആ പ്രവാചക വിമർശനങ്ങൾ എവിടെ നിന്നുണ്ടായതാണ്? ആ പ്രവാചക വിമർശനങ്ങൾ പലപ്പോഴും ഓറിയന്റലിസ്റ്റ് രചനകളിൽ നിന്നാണ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശമുണ്ടായപ്പോൾ യൂറോപ്യൻ അധിനിവേശത്തിന് ന്യായീകരണം ചമയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടായ കൂലിയെഴുത്തുകൂടിയായിരുന്നു ഓറിയന്റലിസ്റ്റ് രചനകൾ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പ് എന്ന് പറയുന്നത്, ക്രൈസ്തവ യൂറോപ്പ് എന്ന് പറയുന്നത് കുരിശുയുദ്ധത്തിന് മുമ്പേ, കുരിശുയുദ്ധം ഉണ്ടാകുന്നത് 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. 1095 കുരിശുയുദ്ധം ആരംഭിക്കുന്നത്. യൂറോപ്പിൽ 200 കൊല്ലം കുരിശുയുദ്ധം എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ, 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച് 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കുരിശുയുദ്ധം, 200 കൊല്ലമാണ് കുരിശുയുദ്ധം ഉണ്ടായത്. ആ കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിനെതിരെയുള്ള സായുധമായ അക്രമത്തിൻ്റെ, കയ്യേറ്റത്തിൻ്റെ, ചരിത്രത്തിൻ്റെ താളുകളിൽ തുല്യതയില്ലാത്ത ക്രൂരതകളുടെ ആവർത്തനങ്ങളാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ കുരിശുയുദ്ധം എന്നറിയപ്പെടുന്നത്. സിറിയയിലെ മആരിഫ് പോലെയുള്ള പട്ടണങ്ങളിൽ കടന്നു ചെന്ന് ആ പട്ടണങ്ങളെ മുഴുവൻ തങ്ങളുടെ അധീനതയിലാക്കി പട്ടണത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്നുകളഞ്ഞ്, കഠിനമായ തണുപ്പും അതിശക്തമായ വിശപ്പുമുണ്ടായപ്പോൾ തങ്ങൾ കൊന്നുകളഞ്ഞ മുസ്ലിങ്ങളുടെ, ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ശരീരത്തെ ആയുധങ്ങളെടുത്ത് മുറിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ മാംസം തിന്ന മനുഷ്യരാണ് കുരിശുയോദ്ധാക്കൾ എന്ന് ചരിത്രത്തിൽ ഞാനും നിങ്ങൾ വായിക്കുന്നത്. പാവപ്പെട്ട ചെറിയ കുട്ടികളുടെ ശരീരങ്ങളെ കമ്പികളിൽ കോർത്തെടുത്തിട്ട് തീയിൽ കാട്ടി ചുട്ടെടുത്തിട്ട് അത് തിന്നവരെയാണ് ലോകത്ത് കുരിശുയോദ്ധാക്കൾ എന്ന് ഞാനും നിങ്ങൾ പരിചയപ്പെടുന്നത്. 200 കൊല്ലം മുസ്ലിം ലോകത്തേക്ക് കടന്നു കയറി ചെന്നിട്ട് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, മതപരമായ താല്പര്യങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു, സാമ്പത്തികമായ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മതപരമായ താല്പര്യങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടി ക്രൈസ്തവ രാജ്യങ്ങൾ കുരിശുയുദ്ധങ്ങളുമായി മുസ്ലിം ലോകത്ത് കടന്നു ചെന്നപ്പോൾ സമാനതകളില്ലാത്ത ക്രൂരതകൾ മുസ്ലിം ലോകത്ത് താണ്ഡവ നൃത്തം ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണേണ്ടി വന്നു. കുരിശുയുദ്ധം കഴിയുമ്പോൾ ക്രൈസ്തവ യൂറോപ്പ് വലിയ ദുർബലതയെ, സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ വലിയ ദുർബലതയെ, പ്രതിസന്ധിയെ, ക്ഷാമത്തെ, ദാരിദ്ര്യത്തെ, പട്ടിണിയെ എല്ലാം അഭിമുഖീകരിച്ചൊരു കാലഘട്ടമാണ്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ, ക്രൈസ്തവ യൂറോപ്പിൽ മറ്റൊരു പ്രതിഭാസം കൂടി ഉണ്ടായി. ബ്ലാക്ക് ഡെത്ത് എന്നാണ് അത് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഒരു മഹാമാരി പോലെ യൂറോപ്പിൻ്റെ 1/3 മനുഷ്യരുടെ ജീവനെടുത്ത പ്ലേഗിൻ്റെ സംഹാര താണ്ഡവമാണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. യൂറോപ്പിലെ മനുഷ്യരുടെ 1/3 പ്ലേഗ് ബാധിച്ച് മരണപ്പെടുകയാണ്.
പക്ഷെ അന്ന് ക്രൈസ്തവരും ജൂതന്മാരും വലിയ സംഘർഷത്തിലായിരുന്നു. ജൂതന്മാരോട് ക്രിസ്ത്യാനികൾക്ക് വലിയ വിരോധമായിരുന്നു. യേശുവിനെ കുരിശിലേറ്റിയവർ എന്നുള്ള നിലക്ക് കാലാകാലങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന പകയുടെ, വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ ഭാഗമായി ജൂതന്മാരെ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ പീഡിപ്പിക്കുക എന്നത് ക്രൈസ്തവ ഭരണാധികാരികളുടെ നിരന്തരമായ ഹോബിയായിരുന്നു. ബ്ലാക്ക് ഡെത്തിന്റെ കാലത്ത് യൂറോപ്പിൽ ഒരു വലിയ പ്രചാരണമുണ്ടായി. ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ, പ്ലേഗ് ബാധിച്ച് മരിച്ചു വീഴുമ്പോൾ ഇത് പ്ലേഗാണ്, രോഗാണുവാണ്, ബാക്ടീരിയയാണ് എന്നൊന്നും തിരിച്ചറിയാതെ, മനസ്സിലാക്കാനാകാതെ ഇതിൻ്റെ പിന്നിൽ ജൂത സമൂഹമാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. കിണറുകളിൽ ജൂതന്മാർ വിഷം കലക്കിയിട്ടാണ് ക്രൈസ്തവരെ കൊല്ലുന്നത് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായി. ആ പ്രചാരണങ്ങൾ സാധാരണ മനുഷ്യർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായി. 14-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ യൂറോപ്പിൽ ക്രിസ്ത്യൻ ജൂത സംഘർഷങ്ങൾ ഉണ്ടായി. ലക്ഷക്കണക്കിന് ജൂതന്മാർ ക്രൂരമായി തീയിലിട്ട് കത്തിച്ച് കൊന്നുകളയുന്ന സാഹചര്യത്തിന് യൂറോപ്പ് അന്ന് സാക്ഷിയായി 14-ാം നൂറ്റാണ്ടിൽ. ആ 14-ാം നൂറ്റാണ്ട് കഴിയുമ്പോഴാണ്, 15-ാം നൂറ്റാണ്ടോടുകൂടെയാണ് നമ്മളൊക്കെ ഇന്ന് ചരിത്രത്തിൽ വായിക്കുന്ന കോളനിവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം യൂറോപ്പിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉണ്ടാകുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നത് മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെന്ന് ആ രാജ്യങ്ങളിലുള്ള ജനങ്ങളെ മുഴുവൻ തങ്ങളുടെ അധീനതയിലും രാഷ്ട്രീയ അധികാരത്തിൻ്റെ കീഴിലുമാക്കി ആ രാജ്യങ്ങളൊക്കെ അടക്കി ഭരിക്കുക എന്ന കോളനിവൽക്കരണം ചരിത്രത്തിൽ ഉണ്ടാകുന്നത് 15-ാം നൂറ്റാണ്ടോടുകൂടെയാണ്. ക്രൈസ്തവ യൂറോപ്പിൽ നിന്നാണ് ലോകത്ത് അധിനിവേശങ്ങൾ ഉണ്ടായത്. കോളനിവൽക്കരണങ്ങൾ ഉണ്ടാകുന്നത് യൂറോപ്പിൽ നിന്നാണ്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു ചെന്നു. വ്യത്യസ്ത രാജ്യങ്ങൾ, പോർച്ചുഗലിനെ പോലെയുള്ള, സ്പെയിനെ പോലെയുള്ള, ഫ്രാൻസിനെ പോലെയുള്ള, ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് അവരുടെ കോളനികൾ ഉണ്ടാക്കി. ആ കോളനികളെ അടക്കി ഭരിക്കുന്നത് നമ്മളൊക്കെ സ്കൂളിലെയും കോളേജിലെയും പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിന് 2 ആവശ്യങ്ങൾ ഉണ്ടായി എന്നാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിയുമ്പോൾ യൂറോപ്പിന് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നു. വ്യാവസായിക വിപ്ലവം കഴിയുമ്പോൾ യൂറോപ്പിന് മാർക്കറ്റ് ആവശ്യമായി വന്നു. അസംസ്കൃത വസ്തുക്കൾ തേടിയും മാർക്കറ്റ് തേടിയുമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിവൽക്കരണ യാത്രകൾ ഉണ്ടായത് എന്നാണ് പാഠപുസ്തകങ്ങളിൽ ഞാനും നിങ്ങളും പഠിച്ചതെങ്കിൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ചരിത്രത്തെ സത്യസന്ധമായി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അലക്സാണ്ടർ 6 എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ പോർച്ചുഗീസും സ്പെയിനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം അമേരിക്ക ആരുടേതാകണം എന്നതിനെക്കുറിച്ച് പോർച്ചുഗീസും സ്പെയിനും തമ്മിൽ വലിയ തർക്കമുണ്ടായപ്പോൾ അമേരിക്കയുടെ അവകാശത്തെ ചൊല്ലി ഈ 2 ക്രൈസ്തവ രാജ്യങ്ങൾ, കോളനി രാജ്യങ്ങൾ പരസ്പരം കലഹമുണ്ടായപ്പോൾ അതിൽ മധ്യസ്ഥത വഹിച്ചത് അന്നത്തെ പോപ്പ് മാർപ്പാപ്പ അലക്സാണ്ടർ 6 എന്ന് പറയുന്ന പുരോഹിതനാണ്. അലക്സാണ്ടർ 6 മധ്യസ്ഥത വഹിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഒരു സാങ്കല്പിക രേഖ വരച്ചിട്ട്, വടക്ക് നിന്ന് തെക്കോട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലൂടെ ഒരു രേഖ വരച്ചിട്ട് അതിൻ്റെ കിഴക്ക് ഭാഗം മുഴുവൻ പോർച്ചുഗീസിനും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ സ്പെയിനിനുമാണ് എന്ന് പറഞ്ഞാണ് ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള കലഹങ്ങൾ അലക്സാണ്ടർ 6 അവസാനിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കോളനിവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ തങ്ങൾ കടന്നു ചെല്ലുന്ന രാജ്യങ്ങളിൽ, നാടുകളിൽ, പ്രദേശങ്ങളിൽ
ക്രൈസ്തവ മതത്തിൻ്റെ മിഷണറി പ്രവർത്തനം കൂടി നിർവഹിക്കണം എന്നുള്ള ഉത്തരവാദിത്വം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ചരിത്രകാരന്മാർ തന്നെ വളരെ കൃത്യമായി കോളനി രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന ക്രൈസ്തവ യൂറോപ്പിലെ രാജ്യങ്ങളും ഭരണാധികാരികളും സൈന്യങ്ങളും കടന്നു വന്നത് 3 ലക്ഷ്യങ്ങളോടുകൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1 രാഷ്ട്രീയമായ ലക്ഷ്യമാണ്, 2 സാമ്പത്തികമായ ലക്ഷ്യമാണ്, 3 മതപരമായ ലക്ഷ്യമാണ്. 3G എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെ പരിചയപ്പെടുത്തുക. ഗോൾഡും ഗ്ലോറിയും ഗോഡുമാണ്. സമ്പത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അധികാരവും പദവി ഉദ്ദേശിച്ചുകൊണ്ടാണ്, തങ്ങളുടെ ദൈവത്തിൻ്റെ ആധിപത്യത്തെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ക്രൈസ്തവ യൂറോപ്പിൽ നിന്ന് കോളനിവൽക്കരണത്തിനു വേണ്ടി സൈന്യങ്ങൾ പുറപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദക്ഷിണാഫ്രിക്ക ഒരുപാട് കാലം ഒരു കോളനി രാജ്യമാണ്. ദക്ഷിണാഫ്രിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ട്, ഡെസ്മണ്ട് ടുട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നുണ്ട് വളരെ സുന്ദരമായി, ഞങ്ങളുടെ നാട്ടിലേക്ക് അവർ കടന്നു വരുമ്പോൾ, യൂറോപ്പിൽ നിന്ന് പാശ്ചാത്യ ശക്തികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഭൂമി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളോട് കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് കണ്ണടച്ചു നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കൈകളിൽ ബൈബിളും അവരുടെ കയ്യിൽ ഭൂമിയും ഉണ്ടായിരുന്നു. അവർ വന്നത് അവരുടെ കൈകളിൽ ബൈബിളും ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും ഉള്ളപ്പോഴാണ്. ഞങ്ങൾ അവരോടൊപ്പം കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ കൈകളിൽ ബൈബിളും അവരുടെ കയ്യിൽ ഞങ്ങളുടെ ഭൂമിയുമായി എന്ന് ഡെസ്മണ്ട് ടുട്ടു അദ്ദേഹത്തിൻ്റെ ദക്ഷിണാഫ്രിക്കയിലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കോളനിവൽക്കരണ അനുഭവങ്ങളെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. വാളും കുരിശും ഒരുമിച്ചാണ്. ലോകത്ത് കോളനി നിർമ്മാണത്തിന് വേണ്ടി, കോളനി ആക്കുന്നതിന് വേണ്ടി, കോളനിവൽക്കരണത്തിന് വേണ്ടി രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നു എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം കുരിശുകൊണ്ടും അതേസമയം വാളുകൊണ്ടുമാണ്, മതം കൊണ്ടും സൈനിക ശക്തി കൊണ്ടുമാണ്. കേരളത്തിലേക്ക് തന്നെ കടന്നു വന്നപ്പോൾ പോർച്ചുഗൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പള്ളിയും ചർച്ചും ഉണ്ടാക്കുന്നുണ്ട്, കോട്ടയും ഉണ്ടാക്കുന്നുണ്ട്. ചർച്ച് മതപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കോട്ടയുണ്ടാക്കിയത് സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരേ സമയം സാമ്പത്തിക രാഷ്ട്രീയ മത താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ മുഴുവൻ അടക്കി ഭരിക്കുക എന്ന രീതിയാണ് ചരിത്രത്തിൽ ഈ കൊളോണിയൽ ശക്തികളിൽ നിന്ന് ഉണ്ടായതായി നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയുക. ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു മതകോടതിയുണ്ട്. പലപ്പോഴും വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാം എന്ന് വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ട? ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് സായുധ പോരാട്ടമായി ആയുധമെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധകന്മാരോ ഇസ്ലാമിക സൈന്യങ്ങളോ കടന്നു ചെന്ന് ലോകത്തിൻ്റെ എവിടെയാണ് വാളുകൊണ്ട് മതം പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് ഗോവയിൽ ക്രൈസ്തവ മതം സ്വീകരിച്ച ആളുകളെ നിരീക്ഷിക്കാനുള്ളൊരു കോടതിയാണ്. ഹിന്ദു മതത്തിൽ നിന്നും ജൂതമതത്തിൽ നിന്നും ബുദ്ധമതത്തിൽ നിന്നുമൊക്കെ പോർച്ചുഗീസ് അധിനിവേശത്തോടുകൂടെ ഗോവയിൽ ക്രൈസ്തവ മതം സ്വീകരിച്ച ആളുകൾ, ആ ക്രൈസ്തവ മതം സ്വീകരിച്ച ആളുകളെ രഹസ്യമായി നിരീക്ഷിക്കുകയും അവരാരെങ്കിലും മതവിരുദ്ധമായ ക്രൈസ്തവ വിരുദ്ധമായ ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ പങ്കെടുക്കുന്നത് കണ്ടാൽ അവരെ പിടികൂടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഗോവയിലെ ഇൻക്വിസിഷൻ എന്ന് പറയുന്ന മതകോടതി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ശിക്ഷിക്കുക? ഏതെങ്കിലും ഒരാൾ ക്രൈസ്തവ മതം സ്വീകരിച്ച ഒരാൾ രഹസ്യമായി അയാളുടെ പഴയ മതത്തിൻ്റെ വിശ്വാസത്തെയോ ആചാരത്തെയോ കൊണ്ടു നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾ
ജീവനോടുകൂടെ കത്തിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് നമ്മുടെ നാട്ടിലുണ്ടായ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഓട്ടോഡാഫെ എന്ന് പേരിട്ടിട്ടുകൊണ്ടാണ് ഈ പ്രക്രിയയെ, ഈ ശിക്ഷാരീതിയെ അവർ വിളിച്ചിരുന്നത്. മതത്തെ നിർബന്ധമായി മനുഷ്യരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കടന്നു വന്ന, വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് കടന്നു വന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള കോളനിവൽക്കരണ പ്രവർത്തനങ്ങൾ, അതിനെതിരെ ഏഷ്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അതിശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായി. കോളനികൾക്കെതിരെയുള്ള അതിശക്തമായ ആ പോരാട്ടങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾ, അതുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുന്നിടത്തൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ക്രൈസ്തവ യൂറോപ്പിന് ഇസ്ലാമിനോട് വിരോധമുണ്ടാകുന്നത്, അവിടുന്ന് ഇസ്ലാമിനോട് വിമർശനമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവ യൂറോപ്പിൽ നിന്ന് മുഹമ്മദ് നബിയോട് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഓറിയന്റലിസ്റ്റുകൾ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഈ ചരിത്രത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ക്രൈസ്തവ യൂറോപ്പ് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം പ്രതിരോധിക്കാൻ, അവിടെയെല്ലാം തടസ്സമായി, കീഴ്പ്പെടുത്താനാകാതെ തങ്ങളുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത് അവിടുത്തെ മുസ്ലിം സമുദായങ്ങളായിരുന്നുവെന്ന്, അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നുവെന്ന്, അവിടുത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളായിരുന്നുവെന്ന് വളരെ കൃത്യമായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അത് അൾജീരിയയിൽ അമീർ അബ്ദുൽ ഖാദർ അൽ ജസായിരിയെ പോലെയുള്ള ആളുകൾ, ലിബിയയിൽ ഉമർ മുഖ്താറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1857 നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുക. 1857 ബ്രിട്ടനെതിരായ, കോളനിക്കെതിരായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഞാനും നിങ്ങളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് 1857. പക്ഷേ 1857 മുമ്പാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അഹമ്മദുല്ല ഷാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഹമ്മദ് അലി ഷാ എന്ന് പറയുന്ന, അഹമ്മദുല്ല ഷാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് ചരിത്രത്തിൽ. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നത് 1857 ബഹദൂർ ഷാ സഫറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് വിരുദ്ധ, കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾക്ക് അഹമ്മദുല്ല ഷാ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ ഇന്ത്യ രാജ്യത്ത് നേതൃത്വം നൽകിയെന്ന് ഞാനും നിങ്ങൾ ചരിത്രത്തിൽ വായിക്കുന്നത്. അഹമ്മദുല്ല ഷാ അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ, ഈ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ കടന്നു ചെന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നു. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് അഹമ്മദുല്ല അവിടുത്തെ ആളുകളോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തതിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്കുള്ളത് അഹമ്മദുല്ല എന്ന് പറയുന്ന ഈ പണ്ഡിതനാണ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നിന്നുള്ള ജഗന്നാഥ് സിംഗ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് ആ പ്രവിശ്യയുടെ ഭരണാധികാരിയായ, ഷാജഹാൻപൂരിലെ ഭരണാധികാരിയായ ജഗന്നാഥ് സിംഗിനെ കൊട്ടാരത്തിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തോട് പറയുന്നതിനു വേണ്ടി അഹമ്മദുല്ല ഷാ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ ചെല്ലുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 50,000 വെള്ളി നാണയങ്ങൾ അഹമ്മദുല്ല ഷാ ജീവനോടെ ആണെങ്കിലും കൊന്നിട്ടാണെങ്കിലും പിടിച്ചു തരുന്നവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് 50,000 വെള്ളി നാണയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് ഷാജഹാൻപൂരിൽ ജഗന്നാഥ് സിംഗിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ അഹമ്മദുല്ല ഷാ അദ്ദേഹത്തെ സമീപിക്കുന്നത്. കൊട്ടാരവാതിൽ, അദ്ദേഹത്തിൻ്റെ കോട്ടവാതിൽ തുറന്ന് സ്വീകരിക്കാനെന്ന വ്യാജേന അവിടെ നിൽക്കുന്ന ആളുകൾ, പക്ഷേ ജഗന്നാഥ് സിംഗിൻ്റെ സഹോദരൻ നിറയൊഴിച്ച് ആനപ്പുറത്തിരിക്കുന്ന, തൻ്റെ ആനപ്പുറത്താണ് അഹമ്മദുല്ല ഷാ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം ഈ കോട്ടക്കകത്തേക്ക് ജഗന്നാഥ് സിംഗിനെ കാണാൻ ചെല്ലുന്നത് ആനപ്പുറത്തിരുത്തി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുവെന്നാണ് ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ കഴിയുക. വിപ്ലവത്തിൻ്റെ വിളക്കുമാടം, അദ്ദേഹത്തെ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. വിപ്ലവത്തിൻ്റെ വിളക്കുമാടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഹമ്മദുല്ല ഷാ
ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഭരണാധികാരിയുടെ, ഒരു നാട്ടുരാജാവിൻ്റെ ചതിയിൽപ്പെട്ട്, വഞ്ചനയിൽപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, അഹമ്മദുള്ള ഷാ മാത്രമല്ല, അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് വേറെയും ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ത്വരീഖെ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ത്വരീഖെ മുഹമ്മദിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സയ്യിദ് അഹമ്മദ് ബറൈൽവി എന്ന് പറയുന്ന മഹാനായ ഒരു ഗംഭീരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു വലിയ മനുഷ്യനാണ് സയ്യിദ് അഹമ്മദ് ബറൈൽവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ത്വരീഖെ മുഹമ്മദിയ എന്ന അദ്ദേഹം, ദ വേ ഓഫ് മുഹമ്മദ് എന്ന് തൻ്റെ സംഘടനക്ക് അദ്ദേഹം പേരിടുന്നത് അന്നത്തെ സൂഫി ത്വരീഖത്തുകൾക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലക്ക് കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ആരംഭിച്ചത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. ത്വരീഖെ മുഹമ്മദിയ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയും മാർഗവും ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കാനും ബോധവൽക്കരിക്കാനുമാണ് സയ്യിദ് അഹമ്മദ് ബറൈൽവി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഖബറാരാധനക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഖബറാരാധനക്കെതിരെ അദ്ദേഹം നടത്തിയത്. ചരിത്രത്തിൽ സൃഷ്ടിപൂജക്കെതിരെ, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതിനെതിരെ വലിയ പോരാട്ടമാണ് സയ്യിദ് അഹമ്മദ് ബറൈൽവി അദ്ദേഹത്തിൻ്റെ ഈ സംഘടനയിലൂടെ നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതേ സംഘടനയുടെ തന്നെ ഭാഗമായിരുന്നു ഷാ വലിയുള്ള ദഹ്ലവിയെ പോലെയുള്ള, ഇനായത്തലിയെയും വിലായത്തലിയെയും പോലെയുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇതേ സംഘടനയുടെ, ത്വരീഖെ മുഹമ്മദിയ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളൊന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ത്വരീഖെ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു പ്രസ്ഥാനമുണ്ട്. വഹാബി പ്രസ്ഥാനം എന്നാണ് അതിൻ്റെ പേര്. സയ്യിദ് അഹമ്മദ് ബറൈൽവിയുടെ ത്വരീഖെ മുഹമ്മദിയ എന്ന സംഘടനയാണ്, ആ സംഘടനയെ പറ്റിയാണ് ചരിത്രത്തിൽ വഹാബി പ്രസ്ഥാനം എന്ന് പിന്നീട് മുദ്ര കുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുക. ആ വഹാബി പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലടക്കം വഹാബി പ്രസ്ഥാനം എന്ന് മുദ്ര കുത്തപ്പെട്ടത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് ബന്ധപ്പെടുത്തി സൗദി അറേബ്യയിൽ അദ്ദേഹം നയിച്ച വിപ്ലവത്തിന് സമാനമായ രീതിയിലാണ് സയ്യിദ് അഹമ്മദ് ബറൈൽവി ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത്. അദ്ദേഹം അവിടെ ശവകുടീരാരാധനക്കെതിരാണ്. ഇവിടെ സയ്യിദ് അഹമ്മദ് ബറൈൽവിയും ശവകുടീരാരാധനക്കെതിരാണ്. അദ്ദേഹം അവിടെ ബിദ്അത്തുകൾക്കെതിരാണ്, പുത്തനാചാരങ്ങൾക്കെതിരാണ്. മതത്തിൻ്റെ പേരിൽ ഖുർആനിലും ഹദീസിലും ഇല്ലാതെ നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളെ അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എതിർത്തിട്ടുണ്ട്. സയ്യിദ് അഹമ്മദ് ബറൈൽവിയും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ബ്രിട്ടീഷ് പാശ്ചാത്യ ചരിത്രകാരന്മാരും വഹാബി പ്രസ്ഥാനം എന്ന് മുദ്രകുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക. ആ വഹാബി പ്രസ്ഥാനം മുതൽക്ക് ഇങ്ങോട്ട് സയ്യിദ് അഹമ്മദുള്ള ഷാ, മൗലവി അഹമ്മദുള്ള ഷാ മുതൽക്ക് ഇങ്ങോട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും പണ്ഡിതന്മാരുടെ, മൗലവിമാരുടെ, മതം പഠിച്ചവരുടെ, ദീനറിയുന്നവരുടെ, ഖുർആനിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ളവരുടെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ ധാരണയുള്ളവരുടെ വലിയ പോരാട്ടങ്ങളാണ് കോളനിവൽക്കരണ പ്രവർത്തനങ്ങൾക്കെതിരെ ഉണ്ടായത്. തീർച്ചയായും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ കൊളോണിയൽ ശക്തികൾക്ക് പ്രതിരോധമായി നിന്നത് അതത് രാജ്യങ്ങളിലെ ഇസ്ലാമിക പോരാളികളായിരുന്നു എന്നതുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആവേശം നൽകുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. 1650-നും 1900-നും ഇടക്കുള്ള 250 കൊല്ലങ്ങൾക്കിടയിൽ ലോകത്ത് ഓറിയൻ്റലിസ്റ്റ് രചനകൾ എന്നുള്ള നിലയ്ക്ക് എത്ര പുസ്തകം പ്രത്യക്ഷപ്പെട്ടു എന്ന്, ഇസ്ലാമിനെതിരെയും മുഹമ്മദ് നബിക്കെതിരെയും എത്ര പുസ്തകം രചിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ചരിത്രം അതിന് നൽകുന്ന ഉത്തരം ലക്ഷക്കണക്കിന് പുസ്തകം എന്നാണ്. 1650-നും 1900-നും ഇടക്ക് ഇസ്ലാമിനും
മുസ്ലിങ്ങൾക്കും ഖുർആനിനും മുഹമ്മദ് നബിക്കുമെതിരെ പാശ്ചാത്യ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലെ വ്യത്യസ്ത ഭാഷകളിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 60,000-ഓളം പുസ്തകങ്ങൾ ഇതിൽ നേർക്കുനേരെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്തുകയും ചീത്ത പറയുകയും ഇകഴ്ത്തുകയും ചെയ്യുന്ന പുസ്തകങ്ങളാണ് എന്ന് പറയുമ്പോൾ പ്രവാചക വിമർശനത്തിന് ഓറിയന്റലിസ്റ്റുകളുടെ അധ്വാനത്തിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആ പുസ്തകങ്ങളിലൂടെ, ഓറിയന്റലിസ്റ്റ് രചനകളിലൂടെ, ക്രൈസ്തവ മിഷണറികളിലൂടെ, ക്രൈസ്തവ യൂറോപ്പിലൂടെ, പാശ്ചാത്യ രാജ്യങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ട നബി വിമർശനങ്ങളാണ് ഇന്നും നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും കേരളത്തിൽ പോലും കാണുന്ന ഇസ്ലാമോ ഫോബിയയുടെയൊക്കെ അടിസ്ഥാന വേരുകളായി നമുക്ക് കാണാൻ കഴിയുക. ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും ഇസ്ലാമിനെതിരെയും ഖുർആനിനെതിരെയും പ്രവാചകനെതിരെയൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ, ഏത് ചർച്ചകൾ ഉണ്ടാകുമ്പോഴും നേർക്ക് നേരെ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്, അമ്പുകൊണ്ട് നേരെ പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്കാണ്. വിമർശനങ്ങളുമായി നേരെ ചെല്ലുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്നതിനാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്നതിനാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശം പരത്തി കാലാകാലങ്ങളിൽ നിലനിൽക്കും. ആരൊക്കെ ഇകഴ്ത്തിയാലും, ആരെല്ലാം കല്ലെറിഞ്ഞാലും, എത്ര വിമർശിക്കപ്പെട്ടാലും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള അവസാനത്തെ മനുഷ്യനും അള്ളാഹുവിലേക്ക് വഴി കാണിക്കാനുള്ള ദിവ്യപ്രകാശത്തിൻ്റെ ദൂതുമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ച സന്ദേശവും ഈ ലോകത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. എല്ലാ വിമർശന പ്രവാഹങ്ങളും നങ്കൂരമിടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്നതുകൊണ്ട്, പിൻപറ്റുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ നശിച്ചു പോവുകയും വികൃതവൽക്കരിക്കപ്പെടുകയും മോശപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു എന്ന തീർപ്പിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, സൂഫി ഇസ്ലാമിന് വലിയ തകരാറില്ല, സൂഫികൾ വലിയ കുഴപ്പക്കാരല്ല. ഈ നാട്ടിൽ സൂഫികളെ പിൻപറ്റി ജീവിക്കുന്നവർ, അവർക്ക് വലിയ തീവ്രവാദവും ഭീകരവാദമൊന്നുമില്ല. കുഴപ്പങ്ങളും തകരാറുകളും കേടുകളും ഭീകരതയും തീവ്രതയും എല്ലാം ഉള്ളത് മുഹമ്മദ് നബിയോട് ബന്ധമുള്ളവരാണ്. എന്ത് പറയുമ്പോഴും മുഹമ്മദ് നബിയെ പോലെ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി പഠിപ്പിച്ചതുപോലെ, മുഹമ്മദ് നബി കാണിച്ചു തന്നതുപോലെ എന്ന് പറയുന്നവരിലാണ് അപകടങ്ങളുള്ളത്. അവരെയാണ് കരുതേണ്ടത്, അവരെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായി വിമർശകന്മാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ജാഗ്രത കൊള്ളുക, അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിനിധാനം ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുധാവനം ചെയ്യുക. അള്ളാഹു വിജയം വരിക്കുന്ന നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.